Start marking your attendance, please. Ifra Ismail, Muhammad Shaksad Malaviga, Jewel Maria, Ranshi Radish, Eric Augustine, Anaga Suresh, Helen Thomas, Anika, Christy Libin, Muhammad Afla, Muhammad Sinan, Dominic, Kurian Joseph, Muhammad Rasi, Ifra Ismail. Muhammad Nafi, okay. Okay, present, mark your attendance, all of you, please. Where did we stop our class? Do you remember? നമ്മൾ എവിടെയാ സ്റ്റോപ്പ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? Did we start? Tom is 5 cents. Next we have to study, isn't it? Did everybody attend the exam? Yes. Exam attend there now? Yes. Yes. Yes, good. You have got good marks. നിങ്ങൾ എല്ലാവരും നല്ല മാർക്ക് വാങ്ങിച്ചു, നല്ല മക്കളായി. And another thing, one sad news is there. Do you remember your classmate Binya Binoyi? Yes. Do you remember your classmate Binya Binoyi? Yes. Yesterday Yes. she fell down. Did you know that? Did you know that? No. Yesterday she fell down. She was playing with her friends. By mistake, she fell down and she had a fracture on her elbow. On the right hand. Today she has to undergo a small surgery. So keep praying for your friend, for her better cure, better recovery. മനസ്സിലായോ പറഞ്ഞത് മിസ്? Of course, Miss, sure. Okay. She is your classmate. She need it's a right hand, so she will take a long time, means nearly 2-3 months. Not 2-3 months, I think 4-5 months it may take for her to, since it is in the elbow, it will take 4-5 months to write and all. So she will not be able to write the notes and all. Okay, and taking food, moving the hand and all, it will be difficult for her for few months. So you all have to pray for your friends speed recovery. Did you understand what I say? ഞാൻ പറഞ്ഞത് മക്കൾക്ക് മനസ്സിലായോ? നമ്മുടെ ബിന്നിക്കുട്ടി ഇന്നലെ ഒന്ന് വീണു, കൈക്ക് ഫ്രാക്ചർ ഉണ്ട്, ഇന്ന് ഓപ്പറേഷൻ ആണ്. സ്റ്റിൽ ഇത്രയും സമയമായിട്ട് ഡോക്ടർ ചെയ്തില്ല, കാരണം ഒരുപാട് ഓപ്പറേഷൻ ചെയ്യാനുണ്ട് പോലും. ബൈ ഈവനിങ് she may have to undergo a surgery. അപ്പൊ വൈകുന്നേരം ആയിരിക്കും ഓപ്പറേഷൻ ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം കുറെ നാളത്തേന് കഴിഞ്ഞല്ലേ ഇങ്ങനെ ഫ്രാക്ചർ സർജറി ചെയ്തുകൊണ്ട് കെട്ടിയൊക്കെ വെക്കണം. പിന്നെ അനങ്ങാനൊന്നും പറ്റത്തില്ല. അനങ്ങാം, കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭക്ഷണം കഴിക്കാനോ ഒന്നും എടുക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല, കാരണം എൽബോയിലും ആണ്. ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ കെട്ടി വെച്ച് ഒത്തിരി ബുദ്ധിമുട്ടാണ്, വേദനയൊക്കെ സഹിക്കണം. സോ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. യു ഷുഡ് പ്രേ ഫോർ യുവർ ഫ്രണ്ട്. ഓക്കെ, I hope that you all may pray. എല്ലാവരും പ്രാർത്ഥിക്കുന്നു വിചാരിക്കുന്നു. പ്രാർത്ഥിക്കില്ല മക്കളെ? Yes, you have to pray for her. Okay dears, come back to the lesson. Those who have to complete the lesson, have everybody complete? Have everybody complete? Yes, good children. The makkalella nalla makkala. Ini another one more thing. Today after the class, please all of you send me one nice photo of you. എല്ലാവരുടെയും ഒരു നല്ല ഫോട്ടോ എനിക്ക് അയച്ചു തരണം കേട്ടോ മിസ്സേ. മക്കളെ മിസ്സേ എന്ന് പറയാണ് കേട്ടോ? വല്ലതും നോ റെസ്പോൺസ്? നോ റെസ്പോൺസ്? നല്ല എന്തിനാന്നറിയാവോ? ഇറ്റ്സ് എ സർപ്രൈസ് ഫോർ യു. It's a surprise for you. Next week I will give a surprise for you. അടുത്ത ആഴ്ച സർപ്രൈസ് എന്താണെന്ന് അറിയാം കേട്ടോ. അപ്പൊ എല്ലാവരും ഫോട്ടോ എടുത്ത് അയച്ചു തരണേ. Nafi, please listen here, my dear. You can talk to mother afterwards, after the class. Now listen, okay?
ഇപ്പോഴല്ലേ ഫോട്ടോ എടുക്കേണ്ടത്, ആഫ്റ്റർ ദ ക്ലാസ്. ക്ലാസ്സിന് ശേഷം ഫോട്ടോ എടുത്ത് അയച്ചെന്നാ മതി കേട്ടോ. അതിലെനിക്ക് അനിഹയുടെ വേണമെന്നില്ല. അനിഹ, അമന്ന, അഫ്ല, ഇഫ്ര, ഇത്രയും പേരുടെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. ബാക്കി മക്കളുടെ അയച്ചാലും മതി. ഇനി നിങ്ങളുടെ ഇഫ് യു ഹാവ് അനദർ ബ്യൂട്ടിഫുൾ ഫോട്ടോ യു ക്യാൻ സെൻഡ് അമന്ന, അനിഹ, then who else, ഇഫ്ര ആൻഡ് അഫ്ലു. ഇതിലും നല്ല അന്ന് അയച്ച ഫോട്ടോയെങ്കിലും നല്ല ഫോട്ടോ ഉണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. എന്നാലും നല്ല ഫോട്ടോ അയച്ചു കേട്ടോ. സൂപ്പർ ഫോട്ടോ. സുന്ദരിമാരെ സുന്ദരന്മാരെയൊക്കെ കാണാൻ വേണ്ടി. ഓ, നമ്മുടെ അൻഷിയുടെ ക്ലാസ്സില് അൻവിയും അറ്റൻഡ് ചെയ്യും, അൻവിയുടെ ക്ലാസ്സിൽ അൻഷിയും അറ്റൻഡ് ചെയ്യും. സോ ബോത്ത് വിൽ ലേൺ UKG പ്ലസ് 3rd സ്റ്റാൻഡേർഡ്. രണ്ടാളും പഠിക്കും അല്ലെ, 3rd സ്റ്റാൻഡേർഡും UKGയും. ഗുഡ് ചിൽഡ്രൻ, നല്ല മക്കള്. എന്തോ എറിക്ക്, come on tell. Miss. Yes. Miss, ഞാൻ ഇപ്പോ കേറിയതേ ഉള്ളൂ. ആര്? ഞാനിന് പേരില്ലേ? ഫാത്തിമ മെഹറിൻ. ഫാത്തിമ മെഹറിൻ. ഞങ്ങളൊരു ടൂർ പോയായിരുന്നു ഈ സമയം കൊണ്ട് കേട്ടോ. ഫാത്തിമ മെഹറിനെ കൂടാതെ ഞങ്ങൾ ടൂർ പോയി. ഓക്കെ ഗേൾ, ഒന്നും നമ്മൾ പഠിച്ചില്ല, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ മെഹറിനെ. നിന്നെ കൂടാതെ ഞങ്ങൾ എവിടെ പോകൂല. വി വിൽ നോട്ട് ഗോ any tour without you. Don't worry, don't cry. We didn't go for any tour. Okay dear, what I said is after the class please send me one photo. Your one photo, not grandma's, grandpa, father, mother, അതൊന്നും വേണ്ട. നിങ്ങളുടെ ഫോട്ടോ മാത്രം മതി കേട്ടോ. ഓക്കെ, പേഴ്സണൽ ആയിട്ട് കേട്ടോ. മിസ്സിന്റെ നമ്പറിലേക്ക് ഒന്ന് ഇട്ട് തന്നാ മതി കേട്ടോ. മറക്കല്ലേ, ഇനി മിസ് വിളിക്കാനൊന്നും നിൽക്കൂല. അപ്പൊ പിന്നെ ഞാൻ പിന്നെ ഈ ഫോട്ടോ അയച്ചു തരാത്തവര് സുന്ദരിമാരും അല്ലാന്ന് വിചാരിച്ചോണ്ട് അങ്ങനെ ചെയ്യണോ? വേണ്ട അല്ലേ, എല്ലാവരും അയച്ചോളൂ അല്ലേ. ഗുഡ് ചിൽഡ്രൻ യു ആർ. ഓക്കെ, പ്ലീസ് ടേക്ക് ദ നെക്സ്റ്റ് ലെസൺ. Tommy's 5 senses. Do you know what are sense organs? Do you know what are sense organs? Sense organs എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? Yes. What are those? Very good children. Sense organs. Do you all have all these sense organs? These 5 organs also do you have? Yes, all of you have, and me too, isn't it? Okay, we all have these 5 sense organs: eyes, nose, tongue, skin, and tongue. Ear. Okay, and why do we have eyes? See. Why do we have ears? Why do we have ears? See. Yes, oh. To hear. Hear. To hear. Why do we have nose? Miss, Why do we have tongue? To taste. Okay. Why do we have skin? Skin എന്തിനാ? To feel. Okay, very good. We all have all these sense organs. Okay, here one boy is there. I think it's your friend. Is it your friend? Yes. What's his name? Tommy. Very handsome boy he is. Take textbook fastly. Still didn't take it. In my textbook it's page number 25. I don't know your page number. Page number 24. Tommy's 5 sense organs. Tommy's ears help him to hear and keep him balanced too. Here they are telling that Tommy's ears will help him to hear. Tommy's ear endana sahayikkune to hear and keep his balance.
വേറൊരു സംഭവം കൂടിയുണ്ട്. നമ്മൾ പഠിച്ചേക്കുന്നത് ഇയേഴ്സ് ആർ യൂസ് ടു ഹിയർ. സെക്കൻഡ് ലെസൺ കഴിഞ്ഞിട്ട് ഒരു പോയം ഉണ്ട്. അത് after second lesson one poem is there. It's that lesson. ടീച്ചറെ പേജ് നമ്പർ 24. എന്തോ എല്ലാവരോട് പറഞ്ഞ ഒന്നും മനസ്സിലാക്കിയല്ല. ഒരാള് പറ. തേർഡ് ലെസൺ പേജ് നമ്പർ 58 ആ 24 അല്ലേ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 58 ആണോ? വെയിറ്റ് എന്റെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കട്ടെ. അല്ല, നിങ്ങൾക്ക് ഏതാ? എനിക്ക് ദിസ് വൺ ഐ ഡോണ്ട് നോ. അതെയോ? അപ്പൊ നിങ്ങക്ക് ഇതിന്റെ ബാക്കിയായിട്ട് വരുന്നതല്ലേ? മിക്കിയുടെ ലെസൺ കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ളതല്ലേ? പ്ലീസ് എല്ലാവരും കൂടെ പറയാതെ ഞാൻ ചോദിക്കാം. ഒരാളും ആൻസർ പറയാം. എല്ലാവരും കൂടെ പറയുമ്പോൾ മിസ്സിന് ഒന്നും കേൾക്കൂല. ഓക്കെ, അനീറ്റ ഫിലിപ്പ്, please be silent. Anita Philip, can you hear? മിസ് ഇതാണ് പാഠം. ബാക്കിയുള്ള മക്കൾ ഒന്ന് സൈലന്റ് ആയിക്കേ. മിസ് പറയുന്ന ഒന്ന് കേക്കട്ടെ. അനീറ്റ പ്ലീസ് unmute yourself. അനീറ്റ, ആഫ്റ്റർ സെക്കൻഡ് ലെസൺ, അതായത് മിക്കിയുടെ ലെസൺ കഴിഞ്ഞ് വെച്ചിട്ടുള്ള പോയം ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില്? ഇല്ലേ? ഓക്കെ, അപ്പൊ ഈ ടോമീസ് 5 സെൻസസ് എന്ന് പറഞ്ഞൊരു ലെസൺ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടോ? എല്ലാവരും പറഞ്ഞ എങ്ങനെ മനസ്സിലാക്കാനാ? നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കും. ഞാൻ അനീറ്റയോട് ചോദിക്കുന്നുണ്ടല്ലോ. അനീറ്റ, ബാക്കിയെല്ലാം സൈലന്റ് ആയിട്ടിരിക്കുക. അനീറ്റ ഒരാൾ ആൻസർ ചെയ്യേ. അനീറ്റ കുട്ടി, അനീറ്റയുടെ സെക്കൻഡ് ലെസൺ മിക്കിയുടെ ലാസ്റ്റ് പേജ് എടുത്ത്, അതായത് ഈ പേജ് ഇല്ല മിക്കിയുടെ, അത് എടുത്തേ അനീറ്റ. അതെടുക്ക, കാണിക്ക, മിസ്സിനെ കാണിക്ക. തിരിച്ചു പിടിക്കുമോളെ. അതിന്റെ നെക്സ്റ്റ് തൊട്ടപ്പുറത്തെ പേജ് എടുത്തേ. അനീറ്റയുടെ നെക്സ്റ്റ് പേജ് എടുത്തേ. ഈ ലെസൺ ആണോ? അല്ല അല്ലേ? ഏതാ നിങ്ങളുടെ ലെസൺ? ആ ഓക്കെ, എനിക്ക് എന്നാൽ വന്നിരിക്കുന്നത് ഇപ്പുറത്തെ ഒരു ലെസൺ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. നിങ്ങൾ എല്ലാവരും കൂടെ പറയുമ്പോ ഓക്കെ, put down your ടെക്സ്റ്റ് ബുക്ക്, keep down. ഒരു കാര്യം മിസ് പറയുമ്പോ എല്ലാവരും കൂടെ റെസ്പോണ്ട് ചെയ്താൽ മിസ്സിന് ഒന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും കേൾക്കുകയില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ മിസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു ലെസൺ അതിനിടയ്ക്ക് വന്നിട്ടുണ്ട്, ഒരു പോയം. That's what Miss started taking that lesson. Okay, now we shall start the third lesson. It's the north wind. Here one task is there. This I think you can do it easily after the class, not during the class. Now don't do. Guide the boy through the maze to find his ram. Ram means sheep. What is the meaning of ram? Ram means sheep. So you have to guide this boy. Here one boy is there. You have to guide this boy to this sheep. ഈ ഷീപ്പിന്റെ അടുത്തേക്ക് നിങ്ങൾ കൊണ്ടുവരണം. അതിപ്പോഴല്ല, എറിക് അഗസ്റ്റിൻ, ഞാൻ ഇപ്പോഴേ പറഞ്ഞ പോലെ. No, don't do during the class now. You can do it after the class. Okay? ക്ലാസ്സിന് ശേഷം നിങ്ങൾ അത് ചെയ്യുക. ഈസി അല്ലേ? You are interested, I know that. And next we have to study, it's a funny story, very nice story. Christy, please, ഞാൻ എന്താ മുത്തിനോട് പറഞ്ഞത് അറിഞ്ഞ അനുസരിക്കണം കേട്ടോ. All of you put down your pencil. And then now take the lesson. Here, see this. Do you know what is this? എന്താണ് മനസ്സിലായത്? We shall study the story of
story of a north wind. North wind എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു മിനിറ്റ്, I would like to share the screen. Let me see. Mrs. Screen share കാണുന്നില്ലല്ലോ. Wait. Now I will let me see whether I can. നമുക്ക് കഴിഞ്ഞ തവണത്തെ പോലെ നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കുമായിരുന്നു. Okay, dears, we cannot share the screen. നമുക്ക് screen share ചെയ്യാനും പറ്റുന്നില്ല. Okay, the north wind gives a boy magic gifts that always seem to disappear. How does he recover his gifts? Read the story to find out. Here in this story, we shall study about a boy and a magic thing called നോർത്ത് വിൻഡ്. ഈ സ്റ്റോറിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ബോയിയെ കുറിച്ചാണ്. In the first lesson we studied about Ali, isn't it? Like that way in this lesson also, Ali also was a poor boy. Like that way in this lesson we shall study about a poor boy called his name has not yet given. ബോയിയുടെ പേര് തന്നിട്ടില്ല, ഒരു ബോയ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ബോയിയുടെ സ്റ്റോറി പഠിക്കുകയാണ്. ആ ബോയിനെ ഒരു നോർത്ത് വിൻഡ് മാജിക്കിലൂടെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതെന്തൊക്കെയാണ് ഈ ലെസണിൽ പഠിക്കാം. ഓക്കെ, പ്ലീസ് ദോസ് ഹു ഹാവ് ടു മ്യൂട്ട്, പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണ്ട, അൺമ്യൂട്ട് ചെയ്ത് വെക്കരുത് നിങ്ങൾ ക്ലാസ് ടൈമിൽ. കാരണം നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ പോലും മറ്റ് സൗണ്ടുകളെല്ലാം ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. സോ യു ഷുഡ് നോട്ട് അൺമ്യൂട്ട് ഇൻ ബിറ്റ്വീൻ ദ ക്ലാസ് അൺനെസസറിലി. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. Advaita, you? Yes, after a long days you were back again to the class, isn't it? Welcome back. Are you okay now? Is your mummy okay now? Yes, good boy. നോട്ട്സുകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ ഡിയർ, ഹിയർ ദിസ് ഈസ് നോർത്ത് വിൻഡ്. ഇതാണ് നോർത്ത് വിൻഡ് എന്ന് പറയുന്നത്. ഡു യു നോ ദ മീനിങ് ഓഫ് നോർത്ത് വിൻഡ്? നോർത്ത് മീൻസ് നോർത്തേൺ സൈഡ്, ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ലൈക്ക് ദാറ്റ്. ഹാവ് യു ഹേർഡ് ദ names of directions? Have you heard the names of directions? Yes, north, east, west and south. Okay, north means vadakku bhagam. So north wind means what? What is the meaning of wind? Wind means breeze, cat. Okay, adara. Here, one day, the north wind saw a boy carrying a bag of flour. What is the meaning of flour? Flour means powder. Flour means powder. So one day, this north wind
വടക്കൻ കാറ്റ്, നോർത്ത് വിൻഡ് എന്ന് പറയുമ്പോൾ വടക്കൻ കാറ്റ്. നോർത്ത് വിൻഡ് സോ എ ബോയ് വാസ് ക്യാരിങ് സം പൗഡർ. പൗഡർ മീൻസ് ഹിയർ എന്ത് പൗഡർ ഉദ്ദേശിക്കുന്ന, റൈസ് പൗഡർ, വീറ്റ് പൗഡർ, ലൈക്ക് ദാറ്റ് വേ. എന്തോ പിന്നെ പൗഡർ, അരിപ്പൊടിയോ എന്തോ ധാന്യത്തിന്റെ പൊടി, അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ അങ്ങനെ എന്തോ പൊടിയുമായിട്ട് ഇങ്ങനെ പോകുന്നത് കണ്ടു. വൺ ഡേ the north wind saw a boy carrying a bag of flour. Just as the boy turned into his feet, the north wind blew the bag out of his hand and swept it right away. This boy, I think from the shop, he has brought these things and then he was going to his house. Then just when he was about to turn to his house or to the street, what did this north wind do? North wind blew. Fatima Meherin, please put down your phone and listen to the class. Keep down the phone. Keep it straightly and listen. Okay? മിസ് ഈ ഫോണില് ചാർജ് കുറവാണ്ട് വേറെ ഫോണില് ക്ലാസ് എടുക്കാം. ചാർജ് ഇട്ടിട്ട് കൈ പിടിച്ചോണ്ടിരിക്കല്ലേ, അവിടെ വെക്കും കേട്ടോ. കൈ പിടിച്ചോണ്ടിരുന്നാൽ എങ്ങനെ ഷോക്ക് അടിച്ചെങ്കിലോ. ചാർജിനിട. Just as the boy turned into his feet, the north wind blew the bag out of his hand and swept it right away. So boy കടയിൽ നിന്നും എന്തോ അരിപ്പൊടിയോ ധാന്യപ്പൊടിയോ എന്തോ വാങ്ങിച്ചോണ്ട് പിന്നെ അവന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പോയിട്ട് അവന്റെ വീടിന്റെ അങ്ങോട്ട് തിരിയുന്ന ഭാഗത്തെത്തിയപ്പോൾ ഈ നോർത്ത് വിൻഡ് എന്ത് ചെയ്തു, കാറ്റ് എന്ത് ചെയ്തു, ബ്ലൂ എവേ എന്ന് വെച്ചാല് ശക്തമായിട്ട് വീശിയിട്ട് ഇവന്റെ കയ്യിലുണ്ടായിരുന്ന പൊടിയെല്ലാം താഴെ പോയി. കഷ്ടം. ഇനി എന്ത് ചെയ്യും? ഡോണ അല്ലെ, നമുക്ക് നോക്കാം എന്ത് സംഭവിച്ചു എന്ന്. The north wind blew the bag out of his hand and swept it right away. എന്നിട്ട് അത് വീശി അടിച്ചു പോയി. The north wind cried the boy in anger. The boy got angry because all the flour was gone. എല്ലാ പൊടിയും നഷ്ടപ്പെട്ടു അല്ലെ. ഇനി വീട്ടിലോട്ട് ചെന്നിട്ട് എന്താ ഉണ്ടാക്കും? ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? അരിപ്പൊടി ഉണ്ടോ? ഇല്ല. So the boy got angry. He called in anger, north wind. The boy cried in anger. He followed the north wind right to his house. Wind was going. കാറ്റിങ്ങനെ പോവുകയായിരുന്നു. അപ്പൊ കാറ്റിന്റെ പുറകെ ഓടി എന്റെ പൊടിയെല്ലാം തട്ടി മറിച്ചിട്ട് വെച്ച് സുഖമായിട്ട് പോകുന്നു. അവിടെ ഇപ്പൊ ശരിയാക്കി തരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോയ് ran behind of the north wind. Then what happened? You took away the only bag of flour we had. He told the north wind. What will my mother cook for our supper? I am so hungry. The boy was very angry. Angry means what? What's the meaning of angry? Desham. So the boy was very angry and he told the north wind, hey north wind, what did you do? We had only one bag of flour and you have blown very hardly and it has fallen down and now we have nothing to eat. What my mother will cook? What did the boy ask? പോയി പറയാണ്, ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്നു ഇനി കുറച്ച് പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇനിയിപ്പം ഭക്ഷണം ഉണ്ടാക്കാനൊന്നുമില്ല, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ഐ ആം സോ ഹംഗ്രി, എനിക്ക് വിശന്നിട്ട് വയ്യ എന്ന് പറയാണ്. You took away the only bag of flour we had. He told the north wind, what will my mother cook for our supper? I am so hungry. The north wind felt rather ashamed and tried to make up for the misuse he had done. So when this north wind heard this, he was ashamed. Ashamed means shy. അത് നാണം കെട്ടുപോയി. ഒരു ചെറിയ കൊച്ച്, അതിന് വേറൊന്നും തിന്നാനില്ലായിരുന്നു, ആകെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് എന്റെ കുരുത്തക്കേടും കൊണ്ട് എന്ത് ചെയ്തു, ഞാൻ ശക്തമായിട്ട് വീശിയതുകൊണ്ട്, കാറ്റ് ശക്തമായിട്ട് വീശിയതുകൊണ്ട് it has fallen down and it has been destroyed. So the boy has to be starved now. He has no other food to eat, nothing else to eat. He is hungry. So he was ashamed and he thought to do makeup for that. എന്ന് വെച്ചാൽ അതിന് പകരം എന്തെങ്കിലും അവന് കൊടുക്കാൻ തീരുമാനിച്ചു. എന്തായാലും എന്റെ കുഴപ്പം കൊണ്ടാണല്ലോ, ഞാൻ ശക്തമായിട്ട് വീശിയതുകൊണ്ടാണല്ലോ ആ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ആ പൊടിയെല്ലാം താഴെ വീണ് നശിച്ചു പോയത്. ഇനി അവന് വിശക്കുന്നുണ്ട്, ഒന്നുമില്ല, വേറെ ഒന്നുമില്ല തിന്നാൻ. അപ്പൊ എന്തെങ്കിലും പരിഹാരം ചെയ്യാമെന്ന് നമ്മുടെ നോർത്ത് വിൻഡ് ഡിസൈഡഡ്. ഓക്കെ, ഹിയർ ടേക്ക് ദിസ് ടേബിൾ ക്ലോത്ത്. So if you spread it on the table and you shall have everything you wish to eat. Oh, north wind is a magic man. This north wind has magic power. So what did he do? He took a
he took and gave a tablecloth. Tablecloth means table sheet. You may be having table sheets. Amana, do you want something? Okay. Tablecloth means, you know, you may be having tables at home. So on the table you may put some sheet. നിങ്ങളുടെ വീട്ടിൽ ടേബിൾ ഉണ്ടായിരിക്കും അല്ലേ? ആ ടേബിളിന്റെ മേളിൽ നിങ്ങൾ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിന്റെയോ അല്ലെങ്കിൽ തുണി കൊണ്ടുള്ള എന്തെങ്കിലും വിരിച്ചിട്ടുണ്ടാവും അല്ലേ? That is known as a tablecloth. So now this boy has, North Wind has given him a tablecloth and said that take this and put this on the table or spread it on the table, and then you will get the things, what all things if you wish you will get. So even if food illennalla parnathu, Shifana turn this side, my dear. Korchengum thirinjirikka, muthinte mugam kaananam missine ketto. Okay, appo nammade കുട്ടി പറഞ്ഞത് അവന് വേറെ ഒന്നുമില്ല, കഴിക്കാൻ ഒന്നുമില്ല, വിശക്കും എന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ നോർത്ത് വിൻഡ് ഒരു മാജിക് ചെയ്യാണ്. ഇവന്റെ കയ്യിൽ ഒരു ടേബിൾ ക്ലോത്ത് എടുത്ത് കൊടുത്തിട്ട് പറയാണ്, ഈ ടേബിൾ ക്ലോത്ത് എടുത്തോ, എന്നിട്ട് ഇതൊരു ടേബിളെ കൊണ്ട് വിരിച്ചിടുക, എന്നിട്ട് നീ ആഗ്രഹിക്കുന്നതെല്ലാം നിനക്ക് കിട്ടും. യു വിൽ ഗെറ്റ് വാട്ട് എവർ യു വിഷ്. സോ spread this sheet on the table. So our boy is very happy now. Won't you be happy? If you get this type of cloth, won't you be happy? നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ടേബിൾ ഷീറ്റ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കുമല്ലേ? Yes, miss. Yes, like that our boy also is happy. Now our boy is very happy. ഇപ്പൊ നമ്മുടെ ബോയ് വളരെ ഹാപ്പിയാണ്. കാരണം ഇനി അവന് ഭക്ഷണത്തിന്റെ കാര്യം ഓർത്ത് ബുദ്ധിമുട്ടുണ്ട്. Take this table sheet, spread it on the table and ask for the food. You will get whatever you wish. So today our north wind will come to your all houses and it will give you same thing for you. So I hope that all third standard students will be happy. നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും അല്ലേ? ഇന്ന് നിങ്ങളുടെ എല്ലാം വീട്ടിൽ നമ്മുടെ നോർത്ത് വിൻഡ് വരും, നിങ്ങൾക്ക് ടേബിൾ ഷീറ്റും തരും. Are you not happy? Yes. Yes, okay. So you shall have everything you wish to eat. Yes. All right, said the boy. Yes. And took the tablecloth and started home. Okay, now our boy also is happy. He took the tablecloth. He said thank you to North Wind and he went to home. അവന് ടേബിൾ ക്ലോത്ത് എടുത്തിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഹാപ്പി ഒക്കെ ആയിട്ട് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് നേരെ അവന് വീട്ടിലേക്ക് പോവുകയാണ്. However, he had run very far chasing the north wind. It soon got dark. So see this boy, when he was about to reach his street. അവൻ നേരത്തെ ഏകദേശം അവന്റെ സ്ട്രീറ്റിൽ എത്തിയായിരുന്നു, അവന്റെ ടൗണിൽ എത്തിയായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഈ നോർത്ത് വിൻഡ് ഈ കുരുത്തക്കേട് കാണിച്ചത്. സോ വാട്ട് ഡിഡ് ദിസ് ബോയ് ഡിഡ്? ഹി ചേസ്ഡ് ദ വിൻഡ് ആൻഡ് റാൻ ബിഹൈൻഡ് ഓഫ് ദ നോർത്ത് വിൻഡ്. ഈ കാറ്റിന്റെ പുറകെ ഇവനിങ്ങനെ കുറെ ഓടിയായിരുന്നു. അപ്പൊ കുറെ ദൂരം വേറെ സ്ഥലത്തോട്ട് പോയി. സോ വാട്ട് ഹാപ്പൻഡ്? നൗ ഹി ഹാസ് ടു കം ബാക്ക്. ആ ഓടി അത്രയും ദൂരം തിരിച്ചു വന്നാലേ അവന്റെ വീട്ടിലെത്തുള്ളൂ. ബട്ട് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്. ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക് മീൻസ് വൈകുന്നേരം ആയിരുന്നു, ഇരുട്ടാകാൻ തുടങ്ങി. തിരിച്ചവന് വീട്ടിലെത്താനുള്ള സമയമില്ല, ഒത്തിരി രാത്രി. ഈസ് എ സ്മോൾ ബോയ് ലൈക്ക് യു ആൻഡ് ഡോണ്ട് യു ബി അഫ്രൈഡ് ടു ട്രാവൽ അറ്റ് നൈറ്റ്? പേടിയില്ലേ നിങ്ങൾക്ക് രാത്രിയിൽ ട്രാവൽ ചെയ്യാൻ? ഇരുട്ടത്ത് യാത്ര ചെയ്യാൻ പേടിയില്ലേ ഒറ്റയ്ക്ക്? If your father or mother is there with you, you won't be afraid. But if you are alone, you will be afraid. ഒറ്റയ്ക്കാണെങ്കിൽ പേടിയില്ല. അച്ഛനും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. Otherwise you will be afraid. Okay, like that way, this boy also now he was afraid, so he cannot go home. He had no light, torch and all. He had no. So it is already dark. So what he did? He decided to stay in the inn. I will stay the night at an inn, he thought. What is the meaning of inn? We studied the first lesson, inn. Inn എന്ന് നമ്മൾ നേരത്തെ പഠിച്ചാണല്ലോ. എന്താണ് inn? Innkeeper, alley. Don't you remember that words? Satram. സത്രം. അതായത് ഇന്നത്തെ ലോഡ്ജ് ഒക്കെ ഇല്ലേ, അതുപോലെ രാത്രി നമുക്ക് താമസിക്കാൻ നമ്മൾ റൂമൊക്കെ എടുക്കല്ലോ ഹോട്ടലിലൊക്കെ, അതുപോലെ പണ്ട് കാലത്തുള്ളതാണ്. സോ ലൈക്ക് ദാറ്റ് വേ
I will stay at night in an inn, he thought. Beans, bread, and meat, ordered the boy as he spread out his tablecloth in his room at the inn. So here, this boy at night, he stayed in the inn and he took the tablecloth, and he spread on the table and he ordered. What all things did he order? Chicken biryani, mutton biryani, nechora. Aha. He didn't order for that and all. What did he order? He ordered beans, bread, and meat. എന്തൊക്കെ ഓർഡർ ചെയ്തേ? Beans, bread, meat. And meat. Bread. നിങ്ങളായിരുന്നെങ്കിൽ എന്തെല്ലാം ഓർഡർ ചെയ്യായിരുന്നു? Dominic, if you were ordering, what you will order? ഡോമിനിക് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്ന ഭാഗമാണെന്ന് തോന്നുന്നു അല്ലേ? വേണമെന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. ഡോമിനിക് എന്തെല്ലാം സാധനം ഓർഡർ ചെയ്യും? ഈ കുട്ടി ബീൻസ്, ബ്രെഡ് ആൻഡ് മീറ്റ് ആണ് ബോയ് ഓർഡർ ചെയ്തത്. വാട്ട് യു വിൽ ഓർഡർ ഡോമിനിക്? ഡോമിനിക് ഒന്നും ഓർഡർ ചെയ്യല്ല, ഡോമിനിക്കിന് വിശക്കുന്നില്ല, അത് കാരണം. വാട്ട് യു വിൽ ഓർഡർ? ചിക്കൻ. വേനാട്ടെ. ഇതിപ്പോ ചിക്കൻ ഒക്കെ വെച്ചിട്ട് നമ്മുടെ ക്ലാസ് കട്ടായി പോകും. വേനാട്ടെ, ഫാസ്റ്റ്ലി. ഓക്കെ, നെയ്ച്ചോറും ചിക്കനും മതി. അത്ര ഒന്നൊരു ദിവസത്തേന് അത് മതി കേട്ടോ. അജിത് ജോസഫ്, വാട്ട് അബൌട്ട് യു മൈ ഡിയർ? ഫാസ്റ്റ്ലി പ്ലീസ് അൺമ്യൂട്ട് ഓൾ ഓഫ് യു. വേഗം ആൻസർ ചെയ്യണം, നമുക്ക് 6 minutes ആർ ലെഫ്റ്റ് ഓൺലി. ബിരിയാണി. ഗുഡ്. അനക സുരേഷ്. സക്സസ്, പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് കീപ്. ഓക്കെ, അത്ര മതി കേട്ടോ. അത് മതി, ഒരുപാട് വേണ്ട. അനക കുട്ടി, അനക സുരേഷ് പ്ലീസ്. ബിരിയാണി, ഐസ്ക്രീം. ഓക്കെ, ബിരിയാണി ആൻഡ് ഐസ്ക്രീം. മുഹമ്മദ് ഷക്സാദ്. കേക്ക്. നെയ്ച്ചോറ്. നെയ്ച്ചോറ്. മുഹമ്മദ് ടി. ഹലോ മുഹമ്മദ് ടി. വാട്ട് യു വിൽ ഓർഡർ? എന്റെ പൊന്നുമാരെ സമയമില്ല, വേഗം പറ, 5 minutes ബാക്കിയുള്ളത്. ഓക്കെ ഗുഡ്. ജുവൽ മരിയാം. ബിരിയാണി. മെഹറിൻ, ഫാത്തിമ മെഹറിൻ. ബിരിയാണി. എല്ലാരും ബിരിയാണിക്കാരാണല്ലോ. അനീറ്റ ഫിലിപ്പ്. ബിരിയാണി. അദ്വൈത യു. അൺമ്യൂട്ട് ചെയ്യുമോനെ? എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വെച്ചേ. ഈ പറയുമ്പോഴത്തേന് ഒത്തിരി സമയമാവുന്നുണ്ട്, നിങ്ങൾ നേരത്തെ അൺമ്യൂട്ട് ചെയ്ത് വെക്കാം. അദ്വൈത എന്താ പറഞ്ഞേ? ഓക്കെ. ക്രിസ്റ്റി ലിബിൻ. ക്രിസ്റ്റിക്ക് സൗണ്ട് ഇല്ലെന്ന് തോന്നുന്നു അല്ലെ? ക്രിസ്റ്റി എന്താ ചെയ്യുന്നേ? എന്താ ഓർഡർ ചെയ്യും? ബിരിയാണി. ഓക്കെ, ബിരിയാണി ആയിരിക്കും. അഫ്ലോ. അമന്ന. ബിരിയാണി. ഇഫ്ര. ഷവർമ. നാഫി. സിനാൻ. വെജ് ഫ്രൈഡ് റൈസ്. ഓക്കെ. അനിഹ. ഫ്രൂട്ട്സ്. അലൻ തോമസ്. പിസ്സ, ബർഗർ. ഓഹോ. അൻഷി. ബിരിയാണി. എറിക് അഗസ്റ്റിൻ. ബിരിയാണി. ഷിഫാന എന്താ പറഞ്ഞേ? ഷിഫാന പറഞ്ഞില്ലായിരുന്നു.
Please unmute and answer. Okay. Okay. Anybody else left? Yeah, Rishikesh, okay, Rishikesh. Hello. Rishikesh in the video off. What you will order? Okay. So you all, I think, Rasi, Rasi, what you will order for? Oreo pudding, Oreo juice, Oreo cake, and chiku juice. Oh my God. So many items. Anyway, chicken biryani, mutton biryani, nature, and more luxurious. But see this boy, he ordered only for bread and meat. Okay? See this boy is sitting. This bread and meat ordered the boy as he spread out his tablecloth in his room at the inn. The food appeared magically on the tablecloth. So as soon as he ordered for the food appeared magically on the tablecloth. Very nice. So if we get, Shifana, please sit properly in the class. Quietly in the class, okay? So if we get this magic cloth, we will be very happy, isn't it? Of course, we will be very happy. The food appeared magically on the tablecloth. The boy chuckled in and then went to bed. What's the meaning of chuckled? Chuckled means what? Ate. Chuckled means ate. Ella nalla bangi aite. Ate. Ella nannate. Valare tasteful aite. Kaichite. He went to bed. He went to sleep. That is section 1. Okay. See, section 1 is over. We will continue in the next class next Monday. Okay. Our time is up. Class is going to wind up fastly. Okay. Bye, dears. Thank you, Miss. Thank you, Miss. Thank you, Miss. Okay. Tablecloth നിങ്ങൾക്ക് കിട്ടും ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചോളൂ കേട്ടോ ബൈ I don't have that table. Thank you, Miss. Please remember me or two while you eat, while you order biryani, nature and all. Okay, bye. Love you, dears. Thank you, Miss. Yes. Thank you, Miss.